ഓക്കെ. അപ്പോൾ ഹലോ ഹലോ ഹലോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ രണ്ടാമത്തെ എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് പ്ലെയിൻ ട്രസ് ആൻഡ് ഫ്രെയിം. രണ്ട് ഡിഫറെന്റ് എക്സ്പെരിമെന്റ് ആയിട്ട്. അപ്പോൾ ട്രസ്സും ഫ്രെയിമും. അപ്പോൾ ഫ്രെയിം നമ്മൾ ഒന്നും എസ് എയിൽ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ അല്ലേ. നമ്മൾ നോൺ സ്വേ ഫ്രെയിം മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിലും നമ്മൾ കുറച്ച്, നിങ്ങൾ എസ് എ ടൂലാണ് നിങ്ങൾ ഫ്രെയിംസ് ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ പക്ഷെ ട്രസ് അങ്ങനെയല്ല. പ്ലെയിൻ ട്രസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ അതിലാണ്. അപ്പോൾ നമുക്ക് ട്രസ് ഏത് ലെവലിൽ വേണോ മോഡൽ ചെയ്തെടുക്കാം. പ്ലെയിൻ ട്രസ്സും സ്പേസ് ട്രസ്സും. പക്ഷേ ഞാൻ എടുക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഡിറ്റർമിനേറ്റ് ട്രസ്സിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 6 മീറ്റർ സ്പാൻ, 6 മീറ്റർ എ സി ലെങ്ത്, ഇവിടെ ഹിഞ്ച്, ഇവിടെ റോളർ, 4 മീറ്റർ ഹൈറ്റ്. അപ്പോൾ ഇത് കറക്റ്റ് ഹാഫിൽ ബൈസെക്ട് ചെയ്യുന്നു. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 25. അതിൻ്റെ റൂട്ട് 5 മീറ്റർ ഇതിൻ്റെ സൈഡ്. RARC എനിക്ക് 20 കിലോ ന്യൂട്ടൺ കിട്ടി. FCB എന്ന് പറയുന്നത് -25 കിട്ടി. അതിനർത്ഥം BC മെമ്പറും AB മെമ്പറും കംപ്രഷനിലാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 25 കിലോ ന്യൂട്ടൺ ആണ്. AC മെമ്പർ ടെൻഷനിലാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 15 കിലോ ന്യൂട്ടണിലാണ്. ഈ വാല്യൂസ് തന്നെ നമുക്ക് സ്റ്റാഡിലും കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ മോഡൽ നിങ്ങളുടെ എക്സ്ട്രാ ക്ലാസ്സിന് ഞാൻ ഇതായിരിക്കില്ല മോഡൽ ചെയ്യിക്കുക, കുറച്ചും കൂടി വലുതായിരിക്കും മോഡൽ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഡിറ്റർമിനേറ്റ് ആയതുകൊണ്ട് നമുക്ക് മാനുവലി ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഇതായിരിക്കും മിക്കവാറും നിങ്ങൾ എസ് എ വണ്ടിൽ ആദ്യം ചെയ്ത പ്രോബ്ലം. വാല്യൂസ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ട്രസ്സസിന്റെ നമ്മുടെ അസംഷൻസ് അതെല്ലാം ഞാൻ സ്റ്റാഡിൽ കൺസിഡർ ചെയ്താൽ മാത്രമേ എനിക്ക് ഈ വാല്യൂ കിട്ടത്തുള്ളൂ. സെൽഫേറ്റ് ഇഗ്നോർ ചെയ്യണം. സെൽഫേറ്റ് ഉണ്ടെങ്കിൽ മൊമെന്റ്സ് വരും. പിന്നെ ട്രസ്സസിലെല്ലാം ആക്സിയൽ ഫോഴ്സുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് FX, FY, FZ, MX, MY, MZ FX മാത്രമേ എനിക്ക് വാല്യൂസ് വരാവുള്ളൂ മെമ്പർ ഫോഴ്സുകളിൽ. റിയാക്ഷൻ വേറെയാണ്. പിന്നെ എനിക്ക് മൊമെന്റ് എന്ന് പറയുന്ന സാധനം ഒരിടത്തും കാണിക്കാൻ പാടില്ല എൻ്റെ റിസൾട്ടിൽ. പിന്നെ അത് സപ്പോർട്ട് കണ്ടീഷൻ ഞാൻ ഫിക്സഡ് ഒക്കെ ആക്കി കൊടുത്താൽ ചിലപ്പോൾ അങ്ങനെ കാണിച്ചെന്ന് വരും. അത് ഞാനിവിടെ ആക്കുന്നില്ല. 1 ഇഞ്ചും 1 റോളറുമാണ്. പിന്നെന്താ, ലോഡൊന്നും എനിക്ക് നോഡല്ലാതെ വേറൊരു പോയിന്റിലും കൊടുക്കാൻ പറ്റില്ല. എനിക്ക് മെമ്പറിന്റെ ഇടയിലൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് എൻ്റെ ട്രസ്സിലെ അസംഷൻസ്. ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ട്രസ് ഇത് മോഡൽ ചെയ്ത് ഈ വാല്യൂസ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ ഞാൻ സ്റ്റാഡ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ന്യൂ പ്രൊജക്റ്റ്, ഞാനിവിടെ ട്രസ് എടുക്കുന്നു. ഓക്കെ, സ്പെസിഫിക്കലി ഇവിടെ സ്പേസ് മാറ്റി ഞാൻ ട്രസ് എടുക്കുവാണ്. അപ്പോൾ പ്ലെയിൻ ട്രസ്, ആഡ് ബീം, ഫിനിഷ്. ഒരെണ്ണം ക്രിയേറ്റ് ആയി. ഇൻ്റർഫേസിനെ ഞാൻ ഗ്രിഡ് പാറ്റേൺ ഞാൻ ഒഴിവാക്കുന്നു. എനിക്കത് ഇഷ്ടമല്ല. നിങ്ങൾക്കത് വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ ഫസ്റ്റ് 000 ഞാൻ ഒറിജിൻ ഫിക്സ് ചെയ്തു. 600 അടുത്ത പോയിന്റ് ഫിക്സ് ചെയ്തു. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ X3, Y4, Z0. ഞാൻ 1 2 2 3 1 3 നോഡ് കണക്ട് ചെയ്തു. ഞാനിവിടെ പ്ലാൻ വ്യൂവിലേക്ക് പോകുന്നു. എലിവേഷൻ വ്യൂവിലേക്ക് പോകുന്നു. എനിക്ക് പ്രോപ്പർ ട്രസ്സിന്റെ ട്രയാങ്കിൾ സെറ്റപ്പ് ആയി, മാറ്റർ ഓഫ് എ സെക്കൻഡ്സ്. അപ്പോൾ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ ജനറലില് ട്രസ്സിന്റെ കേസിൽ വരുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ സ്റ്റീലായിരിക്കും. കോൺക്രീറ്റിൽ നമ്മൾ ട്രസ് ചെയ്യാറില്ല. അപ്പോൾ അൺലെസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചുമ്മാ വേണമെങ്കിൽ എനിക്ക് കോൺക്രീറ്റ് തരാം ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ റിയാലിറ്റിയിൽ നമ്മൾ സ്റ്റീലാണ് ചെയ്യുന്നത് ട്രസ്സിൽ. അപ്പം ഞാനിവിടെ സ്റ്റീലിന് സെക്ഷൻ ഡേറ്റാബേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണ്. സെക്ഷൻ ഡേറ്റാബേസ് സ്റ്റീല്. അത് സെക്ഷൻ ഡേറ്റാബേസ് വരാൻ കുറച്ച് ടൈം എടുക്കും. ആവുന്നു. അപ്പോൾ ഇവിടെ സ്റ്റീല്, കോൾ ഫോംഡ് സ്റ്റീല്, ടിമ്പർ, അലൂമിനിയം, ഇങ്ങനെ 3-4 ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ സ്റ്റീലിനകത്ത് ഇന്ത്യൻ എടുക്കുവാണ്. ഇന്ത്യൻ എടുക്കുമ്പോൾ എനിക്കിവിടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷേപ്പുകൾ കാണാൻ പറ്റും. ഇത് നിങ്ങൾ സ്റ്റീല് അടുത്ത സെമ്മിൽ പഠിച്ചാലേ ഇതൊക്കെ മനസ്സിലാവും. അപ്പോൾ അതായത് നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ സ്റ്റാൻഡേർഡ് ഷേപ്പുകളുണ്ട്. അതിൻ്റെ കുറേ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് ഞാനിവിടെ ഐ ഷേപ്പ് എടുക്കുക. ഐ ഷേപ്പാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സെലക്ട് ബീം, ഡസൻ ലുക്ക് ഗുഡ്, ടി ഷേപ്പ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്,
ടി ചാനൽ എനിക്ക് ഞാൻ ടി എടുക്കാം, ടി ബീം എടുക്കാം. ഐ ബീമിൽ സ്റ്റാൻഡേർഡ്സ് ഒന്നും കാണുന്നില്ല. 800 2B വേണ്ട, ഞാൻ ടി എടുക്കുവാണ്. ഡസൻ മാറ്റർ, നിങ്ങൾ എന്തെടുത്താലും ഡസൻ മാറ്റർ. നിങ്ങളെ ഇവിടെ ഒന്നും നിങ്ങളെ മാർക്ക് ജഡ്ജ് ചെയ്യില്ല, ഷുവറാണ്. കാരണം നിങ്ങളിത് പഠിച്ചിട്ടില്ല, KT ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിവിടെ ഞാൻ റാൻഡ് ഒരെണ്ണം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സിംഗിൾ സെക്ഷൻ ഞാനിവിടെ ISMB 125 എടുക്കുവാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ബീം സെക്ഷൻ 125 എന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്ത് ആണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ആഡ് ചെയ്തു, ഇവിടെ ക്രിയേറ്റ് ആയി. ഞാൻ അസൈൻ ടു വ്യൂ കൊടുത്തു, എല്ലാ മെമ്പേഴ്സിലും അസൈൻഡ് ആയി. സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാ മെമ്പേഴ്സിലും R1 അസൈൻഡ് ആയി. ഞാൻ പിന്നെ സപ്പോർട്ട്സിലേക്ക് പോകുന്നു. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. എൻ്റെ ആദ്യത്തെ സപ്പോർട്ട് ഹിഞ്ചാണ്. ഹിഞ്ചിന് പിൻഡാണ് ഓപ്ഷൻ, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഞാനിവിടെ A പോയിന്റിൽ കൊടുക്കാൻ പോവാണ്. രണ്ടാമത്തേത് ഞാൻ റോളറാണ്. അപ്പോൾ ഞാനിവിടെ ഫിക്സഡ് ബട്ടൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കും. ഓപ്ഷനകത്ത് ഞാൻ ഏതൊക്കെ റിലീസ് ചെയ്യണം എന്ന് നോക്കും. മൊമെന്റ്സ് എല്ലാം റിലീസ് ചെയ്യണം, കാരണം മൊമെന്റ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. FXും റിലീസ് ചെയ്യണം. X ഡയറക്ഷനിൽ മൂവ്മെന്റ് അലൗഡ് ആണ്, അതുകൊണ്ട് അവിടെ റിസ്ട്രെയിനിങ് ഒന്നുമില്ല. FYയും FZും മാത്രമേ റിസ്ട്രെയിനിങ് ഉള്ളൂ. ഞാൻ ആഡ് ചെയ്യും. ഞാൻ S1 സെലക്ട് ചെയ്യും, ഇവിടുത്തെ നോഡ് സെലക്ട് ചെയ്യും, അസൈൻ ടു സെലക്ടഡ് നോഡ്സ് യെസ്. ഞാൻ S2 സെലക്ട് ചെയ്യും, ഇവിടുത്തെ നോഡ് സെലക്ട് ചെയ്യും, അസൈൻ ടു സെലക്ടഡ് നോഡ് യെസ്. എൻ്റെ ഹിഞ്ചും റോളറും ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി ഞാൻ ലോഡ് പോകുന്നു, ലോഡ് കേസ് ഡീറ്റെയിലിൽ പോകുന്നു, ആഡ് ചെയ്യുന്നു. ഞാൻ ലൈവ് ലോഡ് കൊടുക്കുന്നു. ലോഡ് കേസ് ഞാൻ ലൈവ് ലോഡ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു, ആഡ് ആവുന്നു. ഓക്കെ, ഞാൻ ലോഡ് കോമ്പിനേഷനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും. കോമ്പിനേഷൻ ഞാൻ ലാസ്റ്റ് പറയാം. ലോഡ് 1 2 3 ലോഡൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ എല്ലാം കോമ്പിനേഷൻ എടുത്തിട്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് അക്കൗണ്ട് ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ആദ്യം നമ്മൾ ഈ ലോഡ് കോമ്പിനേഷനൊക്കെ എനിക്ക് മാനുവൽ എക്സാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണിക്കാൻ പാടാണ്. നമ്മൾ ബേസിക്കലി കണ്ടിന്യൂസ് ബീമിന്റെ വീഡിയോയിൽ നമ്മൾ ഒരുമിച്ചാണ് ആ ലോഡിനെ അഡ്രസ് ചെയ്തത്. നമ്മൾ അവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒന്നും എടുത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ഒരെണ്ണം ആഡ് ചെയ്യുന്നു. ഞാൻ നോഡൽ ലോഡ് എടുക്കുന്നു, -40 kN കൊടുക്കുന്നു, ആഡ് ചെയ്യുന്നു. ഞാൻ നോഡൽ പോയിന്റ്സിലാണ് ലോഡ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് സൂചിപ്പിക്കുന്ന ലോഡ് അപ്ലൈ ആയിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ നോഡ് സെലക്ട് ചെയ്യുന്നു. നോഡ് കേഴ്സർ വന്നിട്ടില്ല, അപ്പോൾ ഞാൻ നോഡ് കേഴ്സർ എടുക്കുന്നു, നോഡ് സെലക്ട് ചെയ്യുന്നു, ലോഡ് സെലക്ട് ചെയ്യുന്നു, അസൈൻ ടു സെലക്ടഡ് നോഡ്സ് കൊടുക്കുന്നു, അസൈൻ ചെയ്യുന്നു, യെസ് കൊടുക്കുന്നു, ലോഡ് അപ്ലൈ ആയി. ഓക്കെ, ലോഡ് അപ്ലൈ ആയി. 40 kN ലോഡ്. ബാക്കിയെല്ലാം ആയില്ലേ? നമ്മൾ ഡയമെൻഷൻസ് കൊടുത്തു, സ്റ്റീൽ സെക്ഷൻ ഡിഫൈൻ ചെയ്തു, ISMB 125 ആണ്. അതിനൊരു സൈസും ഇതൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ സ്റ്റീൽ ടേബിൾ എന്ന് പറഞ്ഞൊരു സാധനത്തിൽ നോക്കിയാലേ അതിന്റെ കറക്റ്റ് ഡയമെൻഷൻസ് എല്ലാം കാണാൻ പറ്റൂ. അത് ഓൾറെഡി ഇവിടെ ഡിഫൈൻഡ് ആയതുകൊണ്ടാണ് ISMB 125 എന്ന പേരിൽ കാണുന്നത്. നമ്മൾ IS 456 DCSൽ ഉപയോഗിച്ചതുപോലെ IS 800ഉം സ്റ്റീൽ ടേബിളുമാണ് സ്റ്റീൽ ഡിസൈനിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് കോഡുകൾ. IS 800 കോഡ്, സ്റ്റീൽ ടേബിൾ ഇന്ത്യയിലെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സ്റ്റീൽ സെക്ഷന്റെ സ്റ്റാൻഡേർഡ് ഡയമെൻഷനിൽ അതിന്റെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ജോമെട്രിക് പ്രോപ്പർട്ടീസ് ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു ടേബിളാണ് സ്റ്റീൽ ടേബിൾ. അപ്പോൾ അതെല്ലാമായി. നമ്മൾ സപ്പോർട്ട് കൊടുത്തു, മെമ്പർ കൊടുത്തു, ഫൈൻ, എല്ലാമായി. എനിക്ക് ഇനി ധൈര്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് ഈ ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ എറർ വരും. ഞാൻ അനാലിസിസ്, റൺ അനാലിസിസ്, യെസ്. അപ്പോൾ 0 വാണിംഗ്. ഓക്കെ, വാണിംഗ് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അനലൈസ് ചെയ്തു. ഞാൻ പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ പോയി. ഞാൻ എൻ്റെ മെമ്പറിൻ്റെ റിയാക്ഷൻ നോക്കുന്നു. 20, യെസ്. റിയാക്ഷൻ ടെക്സ്റ്റ് സെലക്ട്, ടെക്സ്റ്റ് കർസർ ഞാൻ ടെക്സ്റ്റിന് എടുത്ത് ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, രണ്ടിടത്തും എനിക്ക് 20 റിയാക്ഷൻ കിട്ടി. വൈ ഡയറക്ഷനിലാണ് ആ റിയാക്ഷൻ. VAVC ആണ് 20. ഇവിടെ ബാക്കിയെല്ലാം എനിക്ക് 0 ആണ് കിട്ടിയത്. HA 0, Z ഡയറക്ഷനിൽ എന്തായാലും 0. മൊമെന്റ്സ് എല്ലാം റിലീസ്ഡ് ആയതുകൊണ്ട് അവിടെ എല്ലാം ഫ്രീ ആണ്. ബേസിക്കലി അവിടെ 0 ആണ്, മൊമെന്റ് ഒന്നും വന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ബീം സെലക്ട് ചെയ്യുന്നു. ബീം സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഞാൻ ലേബലിൽ പോയിട്ട് ബീം നമ്പേഴ്സ് ഞാൻ ഡിസ്പ്ലേ ആക്കുന്നു. എൻ്റെ ഫസ്റ്റ് ബീം എന്ന് പറയുന്നത് എൻ്റെ ഈ ഹൊറിസോണ്ടൽ മെമ്പറാണ്. അതിലെ ലോഡ് -15 കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ബീമിൽ -15 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ഇവിടെ എഴുതിയിരിക്കുന്ന ബീമിന്റെ ഓരോ പോയിന്റ് ആണ്. 0 ഡിസ്റ്റൻസ്, 1.5 മീറ്റർ, 3 മീറ്റർ, 4.5 മീറ്റർ, 6 മീറ്റർ. അതിൽ എൻഡ് പോയിന്റ്സിലേക്ക് മാത്രമേ ആ ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യത്തുള്ളൂ. കാരണം ആരോ ഇവിടെയും റെപ്രസെന്റ് ചെയ്യും ടെൻഷൻ. ഇവിടെ ടെൻഷനെ നെഗറ്റീവ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റാഡില്, കംപ്രഷനെ പോസിറ്റീവ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
സെക്കൻഡ് ബീമിൽ +25 കംപ്രഷനാണ് കാണിക്കുന്നുണ്ട്. തേർഡ് ബീമിലും +25 കാണിക്കുന്നുണ്ട്. നമ്മൾ ബേസിക്കലി ഇവിടെ നമ്മൾ സോൾവ് ചെയ്ത് തന്നെയാണ് നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്തത്. എനിക്ക് ഒരു സ്ഥലത്ത് പോലും എനിക്ക് മൊമെന്റ് വന്നിട്ടില്ല. FXL ആക്സിയൽ ഫോഴ്സ് അല്ലാതെ FY കോളത്തിലോ FZ കോളത്തിലോ MX MY MZ കോളത്തിലോ ഒരിടത്തും വാല്യൂ ഇല്ല. അതൊന്നും വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എക്സ്റ്റേണൽ ചെക്ക് ചെയ്യുക, നിങ്ങൾ ചെയ്ത ശരിയാണോ എന്ന് അറിയാനായിട്ട്. ഫോഴ്സസ് പറഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ ഒന്നുമില്ല. ഗ്രാഫ്സ് നമുക്ക് BMD ഉണ്ടാവൂല, SFD ഉണ്ടാവൂല. കാരണം എന്ന് പറഞ്ഞാൽ ട്രസ്സസിന് നമുക്ക് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ഇല്ല. ഈ മൂന്നാമത് കിടക്കുന്നത് FX ആക്സിയൽ ത്രസ്റ്റ് ഡയഗ്രാം ആണ്. ആക്സിയൽ ത്രസ്റ്റ് ഡയഗ്രാം വാല്യൂ നോക്കത്തില്ല. ആക്സിയൽ ത്രസ്റ്റ് ഡയഗ്രാം ഇവിടെ സ്റ്റാഡിന് ചെറിയ എറർ ഉണ്ട്. സ്റ്റാഡ് സോഫ്റ്റ്വെയറിന്റെ ചെറിയ പ്രശ്നങ്ങളാണ്, അതിലേക്ക് പോകത്തില്ല. SFDയിലും സ്റ്റാഡിൽ ചെറിയ എറർ ഉണ്ട്. സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കാണിക്കില്ല, ഇൻക്ലൈൻഡ് ലൈൻ ആയിട്ടേ കാണിക്കുള്ളൂ. അതും ആരും അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. BMD കറക്റ്റ് ആയിട്ട് തന്നെ തരും. അപ്പോൾ എൻ്റെ ട്രസ്സായി അല്ലെ, അനാലിസിസ് ആയി. ഇവിടെ നിന്ന് എനിക്ക് SFD BMD ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ശരി ഉത്തരം. ഇവിടെ എന്തെങ്കിലും ഒരു ഡയഗ്രാം വന്നാൽ തെറ്റി നിങ്ങൾ ചെയ്തത്. ഡയഗ്രാം വരാൻ പാടില്ല. ഇനി എനിക്ക് ഡിസൈനിലേക്ക് പോവാം. ഞാൻ മോഡലിലേക്ക് വന്നു, ഡിസൈനിലേക്ക് വന്നു. ഡിസൈനിൽ ഞാൻ സെലക്ട് പാരാമീറ്റേഴ്സ് അതിനു മുന്നേ ഞാൻ ഇവിടെ സ്റ്റീൽ സെലക്ട് ചെയ്തു. സ്റ്റീലിൽ കോഡ് IS800 എടുക്കുന്നു കേട്ടോ. IS800 ആണ് നമ്മുടെ കോഡ്. IS456ന്റെ സ്റ്റീലിലെ ഇക്വലന്റ്. സെലക്ട് പാരാമീറ്റേഴ്സ് ഞാൻ എല്ലാം ഡീസെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ അലവബിൾ ബോൾട്ടിനെ പറ്റി ഞാൻ ഈൽഡ് സ്ട്രെങ്ത് ഇൻ സ്റ്റീൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അലവബിൾ സ്ട്രെസ് ഇൻ റിവറ്റും ബോൾട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം അത് നിങ്ങൾ പഠിച്ചില്ല. അതെല്ലാം റിവറ്റിങ്ങും ബോൾട്ടിങ്ങും എല്ലാം വെൽഡിങ്ങും എല്ലാം പഠിച്ചാൽ മാത്രമേ അതിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈൽഡ് സ്ട്രെങ്ത് മാത്രമേ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഡിഫൈൻ പാരാമീറ്റേഴ്സ്. ഞാൻ ഈൽഡ് സ്ട്രെങ്ത് 415 Newton/mm². അപ്പോൾ 415 × 10⁻³ അത് ഞാൻ ആഡ് ചെയ്തു. പിന്നെ കമാൻഡ് ചെക്ക് കോഡ് വേറെന്താ ഈൽഡ് ഡിഫൈൻ പാരാമീറ്റർ ഈൽഡ് സ്ട്രെങ്ത് ഡിഫൈൻ ചെയ്തു. പിന്നെ കമാൻഡ് ചെക്ക് കോഡ് ഗ്രൂപ്പ് ചെക്ക് കോഡ് ആഡ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡിസൈൻ ചോദിക്കാൻ ഞാൻ പേഴ്സണലി ഞാനാണ് എക്സ്റ്റേണൽ എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുന്നെങ്കിൽ ഞാൻ ചോദിക്കില്ല, കാരണം നിങ്ങൾ പഠിച്ചില്ല. പക്ഷെ ഞാൻ സ്റ്റിൽ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. കോഡ് അസൈൻ ടു വ്യൂ അസൈൻ റീഅനലൈസ്. മെമ്പേഴ്സ് ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് സ്റ്റീൽ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ടേബിളും കൂടെ വരും. ഇവിടെ എനിക്ക് സെക്ഷൻ ആണ്. സെക്ഷൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കാണാൻ പറ്റും. അതിൻ്റെ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഡിസൈനിൽ നിങ്ങൾക്ക് റീഇൻഫോഴ്സ്മെന്റ് ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇത് ഫുള്ളി സ്റ്റീലാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ വെബ്, അതിൻ്റെ തിക്നെസ്, വെബ് ഡെപ്ത്, ഫ്ലാഞ്ച് വിഡ്ത്ത്, ഫ്ലാഞ്ച് ഡെപ്ത്, ഇതെല്ലാമാണ് ഇവിടെ വരുന്നത്. അത് ഓൾറെഡി പ്രീഡിഫൈൻഡ് ആണ് ആക്ച്വലി ISMB 125 എന്ന് പറയുമ്പോൾ. ഇവിടെ ബോൾട്ടിങ്ങും റിവറ്റിങ്ങും ഒക്കെ കൺസിഡർ ചെയ്താൽ മാത്രമേ എനിക്ക് ഇവിടെ കൂടുതൽ ഡിസൈൻ ആക്യുറസി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഡിസൈൻ റിസൾട്ട് ഫെയിൽ എന്ന് കാണിക്കുന്നത്. സ്ലെൻഡർനെസ് റേഷ്യോ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആയിട്ടില്ല. മെമ്പേഴ്സ് തിന്നാണ്, ബക്കിൾ ചെയ്ത് ഫെയിൽ ആവും. സ്ലെൻഡർനെസ് റേഷ്യോ ഹൈ ആണെന്നാണ് കാണിക്കുന്നത്. ഈ സ്ട്രക്ചർ ഈ ഗിവൺ ലോഡിങ്ങിൽ ഫെയിൽ ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്താൽ മാത്രമേ എനിക്കിതിനെ പാസ്സാക്കി എടുക്കാൻ പറ്റൂ. അതായത് ഈ സ്ട്രക്ചേഴ്സിനെ കണക്ട് ചെയ്യുന്നു, ചുമ്മാ വച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. ബോൾട്ട് ചെയ്തോ വെൽഡ് ചെയ്തോ വയ്ക്കണം. വെൽഡിന്റെയും ബോൾട്ടിന്റെയും ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കണം. അത് നിങ്ങളെ ഡിസൈൻ സ്റ്റീൽ പഠിക്കാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തെറ്റാണ്. അത് നിങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങളത് ഇത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാനത് അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ കുറച്ചും കൂടി ഹെവി സെക്ഷൻ എടുക്കണം. 125 mm ഡെപ്ത് ഉള്ള സെക്ഷനിൽ 40 kN ലോഡ് എടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അത് ഫെയിൽ എന്ന് കാണിക്കുന്നത്. ഡിസൈൻ സ്റ്റെപ്പ് അതാണ്. ഇവിടെ നിങ്ങൾ ആ ഫെയിൽ എന്ന് പറയുന്ന സ്ഥലം ഒന്ന് ശ്രദ്ധിച്ചോളണം. ഫെയില് ഈ ഹൊറിസോണ്ടൽ മെമ്പർ പാസ്സായിട്ടുണ്ട്. അത് ടൈ മെമ്പർ ആണ്. അത് ടൈ മെമ്പർ ഒരിക്കലും ബക്കിൾ ആവൂല. മറ്റേത് കംപ്രഷൻ മെമ്പർ ബക്കിൾ ആവും. അപ്പൊ ഞാൻ അവിടെ കുറച്ചും കൂടെ ഹെവിയർ ആയിട്ടുള്ള സെക്ഷൻ കൊടുക്കേണ്ടിയിരുന്നു അതിനെ പാസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് കൺക്ലൂഷൻ. അപ്പൊ ഞാൻ ISMB 125 വരാൻ വേറെ ഒരെണ്ണം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെവിയർ ആയിട്ടുള്ള ISHBO അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് പാസ്സാവും. അപ്പോൾ ട്രസ് മോഡലിംഗ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ
ഏത് തരം ട്രസ്സും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മോഡൽ ഏത് കറക്റ്റായിട്ട് എടുക്കുക, സപ്പോർട്ട് കണ്ടീഷൻ കറക്റ്റായിട്ട് കൊടുക്കുക, ലോഡ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക, ഒരു എററും വരില്ല. അനാലിസിസും ഡിസൈനൊക്കെ സ്റ്റാഡ് മര്യാദയ്ക്ക് ചെയ്തോളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നോട്ടിലുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നമ്മൾ SA1 ചെയ്ത ഏത് ഹെവി ട്രസ്, നമ്മൾ ഒരുപാട് ഇൻറ്റൻസ് ട്രസ്സിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഡിറ്റർമിനേറ്റ് ആയിരിക്കണം. ഇൻഡിറ്റർമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, റിസൾട്ടൊക്കെ കിട്ടും, സ്റ്റാഡ് റിസൾട്ട് വരും. പക്ഷേ മാനുവലി നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റാഡ് വർക്ക് ചെയ്യുന്നത് സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതിന്റെ സോഫ്റ്റ്വെയർ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡിലാണ്. അപ്പോൾ മെട്രിക്സ് അനാലിസിസ് ആണ് അവിടെ ചെയ്യുന്നത്. ഡിറ്റർമിനേറ്റ് ആണെങ്കിലും ഇൻഡിറ്റർമിനേറ്റ് ആണെങ്കിലും നമുക്ക് റിസൾട്ടൊക്കെ കിട്ടും. പക്ഷേ നമുക്ക് മാനുവലി ക്രോസ് ചെയ്യണമെങ്കിൽ ഈ സിമ്പിൾ എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് വേണം ചെയ്യാൻ. അതിൽ ക്ലിയർ ആക്കിയതിന് ശേഷം വേണം വലുതേക്ക് പോകാൻ. അപ്പം ഞാൻ എക്സ്ട്രാ ക്ലാസ്സിന് ഞാൻ ട്രസ്സിൻ്റെ കുറച്ചും കൂടി ഒരു വലിയ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ട്രസ്സിൻ്റെ SA നോട്ടുമായിട്ട് വരിക. ഇനി നമുക്ക് അടുത്ത ബീം അല്ലല്ലോ, അടുത്ത ഏതായിരുന്നു, ഫ്രെയിം, പ്ലെയിൻ ഫ്രെയിമിലേക്ക് പോവാം. ഞാൻ പോസ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പ്ലെയിൻ ഫ്രെയിം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പ്ലെയിൻ ഫ്രെയിം മോഡൽ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല, നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നുമില്ല. അപ്പോൾ ഞാൻ റാൻഡം ആയിട്ടൊരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാണ്. പ്ലെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റോറിയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഫിക്സഡ് സപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്റർ. ഞാൻ ഫുൾ സ്പാൻ UDL വെച്ചു. ഫുൾ സ്പാൻ UDLൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 kN/m. ഓക്കെ. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഞാനൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുത്തു. അതിൻ്റെ 50 kN എന്ന് പറഞ്ഞൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുത്തു. പിന്നെ അപ്പോൾ സ്വേ വരും. കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ കോളം എനിക്ക് ഒരു സർക്കുലർ കോളം മതി. 300 mm ഡയ, 300 mm ഡയ സർക്കുലർ കോളം, സർക്കിൾ. ബീം എന്ന് പറയുമ്പോൾ എനിക്ക് 200 x 400 mm, 200 mm വേണ്ട, ഒരു 500 mm. സോ ഈ 200 x 400 mm ബീം. ഡെപ്ത് ആണ് 400 mm ബീം. ഓക്കെ. ABC. വേറെ എന്തെങ്കിലും ലോഡ് വേണോ? വേറൊന്നും വേണ്ട. ഇത്രയും ലോഡ് വെച്ചിട്ട് എനിക്ക് ഒരു ഫ്രെയിം മോഡൽ ചെയ്യണം. അപ്പോൾ കോളം, ഹൈറ്റ്, ബീമിൻ്റെ എല്ലാം ആയി അല്ലേ. അപ്പോൾ ഇത് ഡിറ്റർമിനേറ്റ് അല്ല, ഇൻഡിറ്റർമിനേറ്റ് ആണ്. എനിക്ക് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് സ്വേ ആവുമ്പോൾ ടൈം എടുക്കും ഭയങ്കരമായിട്ട്. സ്ലോ ഡിഫ്ലക്ഷൻ നല്ല ടൈം എടുക്കും. നമ്മൾ സ്വേ സിലബസിൽ പോലും നമുക്കില്ല. SA1 ഇല്ലായിരുന്നു, പക്ഷെ നിങ്ങളുടെ SA2 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ സ്വേ ഇല്ലാതെ, അതായത് സ്വേ ഉള്ളത് തന്നെ ചെയ്യാം. നോട്ടിലെ ഒരു പ്രോബ്ലം നിങ്ങൾ SA1 ഒരു പ്രോബ്ലം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. SA1 പ്രോബ്ലം. അപ്പോൾ അത് മോഡൽ ചെയ്യാൻ ഇനി അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഞാൻ ന്യൂ ക്വസ്റ്റ്യൻ എടുക്കുവാണ്. സ്പേസ് പ്ലെയിൻ ഫ്രെയിം. സ്പേസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് 3D ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ സ്പേസ് പ്ലെയിൻ എന്ന് പറഞ്ഞ് എടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആൻസർ കിട്ടും. ഞാൻ പ്ലെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ആഡ് ബീം, ഫൈൻ, ഫിനിഷ്. ഗ്രിഡൊക്കെ ഞാൻ വെളിയിൽ കളഞ്ഞു. 0. സെക്കൻഡ് പോയിന്റ് ഹൈറ്റ് എത്രയായിരുന്നു? ഹൈറ്റ് 4 മീറ്റർ ആയിരുന്നു. തേർഡ് പോയിന്റ് 5, 4. ഫോർത്ത് പോയിന്റ് 5, 0. 1, 2, 2, 3, 3, 4, ഫൈൻ. ഇത്രേ ഉള്ളൂ. പ്ലാൻ വ്യൂ. എലിവേഷൻ വ്യൂയിലേക്ക് പോകുന്നു. ബീം ഒരു രീതിയിൽ വന്നിട്ടുണ്ടല്ലേ, ഫ്രെയിം അതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മൗസ് വർക്ക് ചെയ്യുന്നില്ല, ഒരു മിനിറ്റ്. ഓക്കെ. ജനറലിലേക്ക് വന്നു.
ഞാൻ ആദ്യം മെറ്റീരിയൽ ഡിഫൈൻ ചെയ്യുവാണ്. കംപ്ലീറ്റ്ലി ഇറ്റ് ഇസ് കോൺക്രീറ്റ്. ക്രിയേറ്റ് അല്ല, അസൈൻ ടു വ്യൂ കൊടുത്തില്ല, അസൈൻ ടു വ്യൂ. ഓക്കെ, ഞാൻ കോൺക്രീറ്റ് ഡിഫൈൻ ചെയ്തു മെറ്റീരിയലായിട്ട്. പിന്നെ ഞാൻ പ്രോപ്പർട്ടീസ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം മെറ്റീരിയൽ എഡിറ്റ് വാല്യൂ, ഇവിടെ മെറ്റീരിയൽ വന്നില്ല അല്ലേ? ഓക്കെ, മെറ്റീരിയൽ കോൺക്രീറ്റ് പ്രോപ്പർട്ടി ഇത് വേണ്ട, എഡിറ്റ് പോട്ടെ, ഞാൻ ഡിഫൈൻ ചെയ്യാം. ഇവിടെ നിന്ന് ചെയ്യാം. ഡിഫൈൻ സർക്കിളുണ്ട്. സർക്കിളിൻ്റെ എത്രയായിരുന്നു? 500 mm 0.5 ആഡ്. പിന്നെ റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിൾ 0.4 0.2 ആഡ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ സർക്കിൾ എടുത്തിട്ട് ഞാൻ കോളം അല്ലേ, ഞാൻ ഇവിടെ കൺട്രോൾ ഞെക്കിക്കൊണ്ട് ഞാൻ ഈ 2 കോളം സെലക്ട് ചെയ്യാണ്. എന്നിട്ട് അസൈൻ ടു സെലക്ടഡ് ബീംസ് എന്ന് കൊടുക്കുവാണ്. ഓക്കെ, എല്ലാം ബീംസ് എന്നേ കാണിക്കുള്ളൂ, അസൈൻ കോളംസ് ഒന്നും ഇവിടെ കാണിക്കില്ല, ശ്രദ്ധിക്കുക പ്രത്യേകിച്ച്. ഇനി ഞാൻ ബീമിനെ എടുത്തിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ അസൈൻ ടു സെലക്ടഡ് ബീം കൊടുക്കുവാണ്. അപ്പോൾ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കാണാൻ പറ്റും. R1 എന്ന് പറയുന്നത് എൻ്റെ സർക്കിളാണ്, അതിവിടെ കാണിക്കുന്നുണ്ട്. R2 എൻ്റെ ബീമാണ്, അതിവിടെയും കാണിക്കുന്നുണ്ട്. ഇനി പ്രോപ്പർട്ടി സപ്പോർട്ട് എനിക്ക് രണ്ടും ഫിക്സ്ഡ് ആണ്. എനിക്ക് ആകെ ഒരു ഫിക്സൺ ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ ഈ നോഡും സെലക്ട് ചെയ്ത് സപ്പോർട്ട് സെലക്ട് ചെയ്ത് അസൈൻ ടു സെലക്ടഡ് നോഡ്സ്, 2 നോഡിലേക്ക് ഞാൻ ഫിക്സഡ് സപ്പോർട്ട് അസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലോഡ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആഡ് കൊടുത്തു. പ്രൊസീജിയേഴ്സിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ ലൈവ് ലോഡ്, ഞാൻ സെൽഫൈറ്റ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. സെൽഫൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബുക്കിലുള്ള റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സാമിന് സെൽഫൈറ്റ് പറഞ്ഞാൽ ആഡ് ചെയ്യണം. സെൽഫൈറ്റ് ആഡ് ചെയ്യാൻ ഞാൻ ഒന്നുമില്ല, സെൽഫൈറ്റ് ഈസിയാണ് ആഡ് ചെയ്യാൻ. ആഡ് ഇവിടെ സെൽഫൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. Y ഡയറക്ഷനിലേക്കാണ് എപ്പോഴും സെൽഫൈറ്റ് ആക്ട് ചെയ്യുന്നത്. -1 ആണ്. ജസ്റ്റ് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സെലക്റ്റഡ് അസൈൻ ടു വ്യൂവിലേക്കും കൊടുത്താൽ മതി. എല്ലാ മെമ്പേഴ്സിനും സെൽഫൈറ്റിന്റെ ലോഡ് അസൈൻഡ് ആവും. സിമ്പിൾ. ഞാൻ പക്ഷേ അത് ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക്കലി അതിന്റെ ക്രോസ് സെക്ഷൻ എല്ലാം അത് കാൽക്കുലേറ്റ് ചെയ്തു. ഡെൻസിറ്റി എല്ലാം പ്രീഡിഫൈൻഡ് ആണ്, അത് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി അത് ചെയ്തോളും. അപ്പം ഞാൻ സെൽഫൈറ്റ് ചെയ്യുന്നില്ല. ഞാൻ പകരം ഇവിടെ 2 അല്ലാത്ത ലോഡ്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഒന്ന് മെമ്പർ ലോഡ് UDL അല്ലേ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് -10 ആയിരുന്നു. D1 എന്ന് പറയുന്നത് 0, D2 എന്ന് പറയുന്നത് 5. Y ഡയറക്ഷനിൽ താഴേക്ക് ആക്ട് ചെയ്യുന്നു. ഞാൻ ആഡ് ചെയ്തു UDL. ഞാൻ ഒരിടത്തും അസൈൻ ചെയ്തിട്ടില്ല. ഞാൻ അടുത്ത ആഡ് ചെയ്യാൻ പോവാണ്. അടുത്ത നമ്പർ ലോഡ് തന്നെയാണ്, പക്ഷേ അത് കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് ആണ്. കോൺസെൻട്രേറ്റഡ് ഫോഴ്സ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 50 ആണ്. പോസിറ്റീവ് X ഡയറക്ഷനിലേക്കാണ് ആ ലോഡ് ഞാൻ കൊടുക്കുന്നത്. അത് X ഡയറക്ഷനിലാണ് എൻ്റെ ഫിഗറിൽ കൊടുത്തിരുന്നത്. D1 അതൊന്നും വേണ്ട, D1 0, അതില്ലേലും കുഴപ്പമില്ല. ഞാനിവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഞാനിതിനെ അസൈൻ ചെയ്യാൻ പോവാണ്. ഇതിനെ ഞാൻ ഒരു ബീം സെലക്ട് ചെയ്തു. ഞാൻ അസൈൻ ടു സെലക്ടഡ് ബീം കൊടുത്തു. അപ്പോൾ ആ ഒരു സ്പാനിൽ തന്നെ അസൈൻ ആയി. കണ്ടോ, ആ സ്പാനിൽ തന്നെ അസൈൻ ആവുന്നുണ്ടോ നോക്കണം. UDL ആ സ്പാനിൽ തന്നെ അസൈൻഡ് ആയി. ഇനി ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. ഞാൻ വേറെ ലോഡ് ഞാൻ അത് പറയാം. ഇത് സെലക്ട് ചെയ്തു, ഈ ലോഡ് സെലക്ട് ചെയ്തു, അസൈൻ ടു സെലക്ടഡ് ബീം അസൈൻ. പക്ഷെ അത് 0യിലേക്കാണ് അപ്ലൈ ആയത്. അപ്പം ഞാൻ 0ക്ക് പകരം ഞാനിവിടെ D1ന് 0ക്ക് പകരം എത്ര കൊടുക്കും? 4 മീറ്റർ കൊടുക്കും. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്തു? അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നറിയോ? ഞാൻ നോഡ് 1ൽ നിന്ന് നോഡ് 2 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഞാൻ നോഡ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ D1 0 കൊടുത്താൽ അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അപ്ലൈ ആവത്തുള്ളൂ.
അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്ന ലോഡ് ആയിരിക്കും ബ്ലൂ കളറിൽ കാണുക. ഞാൻ മറ്റേ സെലക്ട് ചെയ്താൽ അത് ബ്ലൂ ആയിട്ട് മറ്റേത് ഗ്രീൻ ആവും. അപ്പോൾ എൻ്റെ ലോഡ് എല്ലാം അപ്ലൈ ആയി, പ്രോപ്പർട്ടി എല്ലാം ആയി. അപ്പോൾ ഇനി എനിക്ക് അനലൈസ് ചെയ്യാം, വേറൊന്നുമില്ല. അനലൈസ് ചെയ്യാം. ഞാൻ റൺ അനാലിസിസ് കൊടുക്കുന്നു, സേവ് 0 ഓക്കെ. ഇനി പോസ്റ്റ് പ്രോസസ്സിംഗ്, ലൈവ് ലോഡ്, ഓക്കെ. ലൈവ് ലോഡ് റിയാക്ഷൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ടെക്സ്റ്റ് കഴ്സർ, ഓക്കെ. എനിക്ക് മൊമെന്റ്സ് ഉണ്ട് അല്ലെ, നാച്ചുറലി എനിക്ക് MZലെ മൊമെന്റ്സ് വരുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലെയിൻ ഫ്രെയിമിൽ ഇസഡ് ആക്സിസിനെ, അതായത് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, അതിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേഷൻ നടക്കുക. അപ്പോൾ MZലെ എനിക്ക് മൊമെന്റ്സ് വരത്തുള്ളൂ 60 and 77. റിയാക്ഷൻസ് 18, FX FY വന്നിട്ടുണ്ട്. FZ വരില്ല, ഞാൻ ഇസഡ് പ്ലെയിനിൽ ഒരു ലോഡും കൊടുത്തിട്ടില്ല. എൻ്റെ വാല്യൂസ് എല്ലാം കറക്റ്റ് ആണ്. പിന്നെ ഇത് കറക്റ്റ് ആണോ നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് SA1 നല്ല സ്ട്രോങ് ആയിരിക്കണം, SA2 ഒരു ഇത് അറിയണം. പിന്നെ 3 ഡയമെൻഷണൽ ആസ്പെക്റ്റിൽ ഇത് എങ്ങനെ വരും എന്നുള്ളത് മര്യാദയ്ക്ക് അറിയണം. അത് അറിയണമെങ്കിൽ സപ്പോർട്ട്, റിയാക്ഷൻസ്, അതിനെ പറ്റിയിട്ടെല്ലാം 2D ആസ്പെക്റ്റ് എല്ലാം നല്ലൊരു ബേസ് ഉണ്ടായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് കിട്ടിയത് കറക്റ്റ് തന്നെയാണോ, അല്ലെങ്കിൽ റിയാക്ഷൻ വരാൻ പാടില്ലാത്ത സ്ഥലത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ. ഇനി റിയാക്ഷൻസ് ഞാൻ ബീം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കിട്ടും. ഗ്രാഫ്സിൽ എനിക്ക് ഇതിപ്പോ ഈ ബെൻഡിങ് മൊമെന്റ്, ഇവിടെ കാണുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ബീം 1ന്റെ ആണ്, ഈ ഒരു വെർട്ടിക്കൽ മെമ്പറിന്റെ ആണ്. ഈ മെമ്പർ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ BMD മാറി വരും, ഈ മെമ്പർ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ BMD മാറി വരും. ഞാൻ ജനറൽ ആയിട്ട് എനിക്ക് ബീമിന്റെ ഫോഴ്സ് റെപ്രസെന്റേഷൻ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നമ്മൾ ഇതേപോലത്തെ ഡയഗ്രാംസ് ഒക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താ, ബീം ഫോഴ്സസ് മെമ്പർ ഫോഴ്സസ് ഒക്കെ എനിക്ക് ഇവിടെ നോക്കാം. ടാബുലർ കോളത്തിൽ MXും MYയും എല്ലായിടത്തും 0 ആയിരിക്കും, FZ 0 ആയിരിക്കും. പ്രത്യേകം ഓർക്കുക, FX FYനെല്ലാം വാല്യൂ ഉണ്ടാവും, MZന് വാല്യൂ ഉണ്ടാവും. ഇതിനെ നമുക്ക് എക്സലിൽ കോപ്പി ചെയ്തിട്ട് ഏറ്റവും മാക്സിമം മൊമെന്റ് ഏതാണെന്ന് നോക്കാം. ഇവിടുത്തെ മാക്സിമം മൊമെന്റ് 77.267 ആണ്. അത് കോളത്തിൽ വരുന്ന മൊമെന്റ് ആണ്. ബീമിൽ വരുന്ന മൊമെന്റ് എന്ന് പറയുന്നതിൽ മാക്സിമം വരുന്നത് 49.11 ആണ്. അതിനുവേണ്ടി ബീമും കോളവും ഡിസൈൻ ചെയ്യാം. 77.267 ബെൻഡിങ് മൊമെന്റിന് കോളവും 49.119 ബെൻഡിങ് മൊമെന്റിന് ബീമും എനിക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, മോഡലിംഗ്. പിന്നെന്താ ഒരു ഡിസൈൻ. ഇനി അടുത്ത ഡിസൈനിലേക്ക് ഞാൻ പോവാം. ഡിസൈനിലേക്ക് പോയി ഞാൻ കോൺക്രീറ്റ് എടുക്കുന്നു, IS 456 എടുക്കുന്നു. സെലക്ട് പാരാമീറ്റേഴ്സ് ഞാൻ എല്ലാം ഒഴിവാക്കിയിട്ട് FC FI. കംപ്രസീവ് സ്ട്രെങ്ത് ഞാൻ M25 എടുക്കുന്നു. സ്റ്റീല് ഞാൻ 500 എടുക്കുന്നു. ഈ സ്റ്റിറപ്പ് ഞാൻ അത് തന്നെ എടുക്കുന്നു, 500. 1 2 3. പിന്നെ ഡിസൈൻ ബീം ആഡ്, ഡിസൈൻ കോളം ആഡ്. ഡിസൈൻ കോളം കൂടെ ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഞാൻ അസൈൻ ടു വ്യൂ കൊടുക്കുന്നു, എല്ലാത്തിലും അസൈൻ ആവുന്നു. ഇത് ഞാൻ അസൈൻ ടു വ്യൂ കൊടുക്കുന്നു, എല്ലാത്തിലും അസൈൻ ആവുന്നു. അതായത് ഈൽഡ് സ്ട്രെങ്ത്, സ്റ്റിറപ്പിൻ്റെയും എല്ലാം ഞാൻ അസൈൻ ടു വ്യൂ കൊടുക്കുന്നു, അസൈൻ ആവുന്നു. ഡിസൈൻ ബീം വന്നിട്ട് അസൈൻ ടു സെലക്റ്റഡ് ബീംസ്. ഡിസൈൻ ബീം ഞാൻ ഈ ഒരു ബീമിനെ മാത്രം സെലക്ട് ചെയ്ത് ഇവിടെ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ നിർബന്ധമില്ല, ഈ ഒരു ബീമിനെ സെലക്ട് ചെയ്ത് ഞാൻ അസൈൻ ടു സെലക്റ്റഡ് ബീംസ് കൊടുക്കുന്നു, ഡിസൈൻ ബീംസ്. ഡിസൈൻ കോളം വന്നിട്ട് ഞാൻ ഈ ഒരു കോളത്തിനെയും ഈ ഒരു കോളത്തിനെയും സെലക്ട് ചെയ്തിട്ട് ഞാൻ അസൈൻ ടു സെലക്റ്റഡ് ബീംസ് കൊടുക്കുന്നു. ഓക്കെ, എൻ്റെ കോൺക്രീറ്റ് ഡിസൈൻ. അല്ലാതെ എനിക്ക് ഇവിടെ തന്നെ അത് കാണിക്കുകയും ചെയ്യും. ഞാൻ ഡിസൈൻ ബീം എടുക്കുമ്പോൾ ബീം മെമ്പർ നമ്പർ 2ന് മാത്രമേ അത് അസൈൻ ആയിട്ടുള്ളൂ. ഞാൻ ലേബൽസിൽ പോയിട്ട് എനിക്ക് ബീം നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്താൽ ഏതാണ് മെമ്പർ നമ്പർ 2 എന്ന് കാണാൻ പറ്റും. ഡിസൈൻ കോളം എടുക്കുമ്പോൾ 1ഉം 3ലും ആണ് അസൈൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാമായി. അനലൈസ്. ഞാൻ ബീം ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, കോൺക്രീറ്റ് ഡിസൈൻ വരുന്നു. ബീമിന്റെ 2 numbers of 10 mm dia bars at 30 mm center to center, 9 numbers of 8 mm dia stirrup at 275 mm center to center,
2 numbers of 12 mm bars at 369 mm center to center, hanger bars, beam, column, concrete design, column, circular column ആണ്, circular column 1 2 3 4 5 6 7 7 number of bars ആണ് പറയുന്നത് 0.5 ഡയാമീറ്ററിൽ. അതിൻ്റെ ഏരിയ ബാർ സൈസ് 12 mm ഡയ ആണ്, ബാർ നമ്പർ 7, അതിൻ്റെ AST റിക്വയർഡ് 711, 0.4% റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കോളം ഡിസൈനും കിട്ടും ഇതുപോലെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ബീം ഡിസൈൻ. ഇതാണ് നമ്മുടെ സെക്കൻഡ് എക്സസൈസ് ഇൻ സ്റ്റാറ്റ് പ്രോ. അപ്പോൾ ഞാൻ തേർഡ് എക്സസൈസ് മറ്റൊരു വീഡിയോ ആക്കി ചെയ്യാം. ഓക്കെ, ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്.